ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി അവിടെ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വാഴക്കുടപ്പൻ തോരനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. എങ്കിലും ഞാൻ പറയാം, ഇതിൽ ധാരാളം ഫൈബറും അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം കുറയ്ക്കാനും രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിലനിർത്താനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ് ഈ വാഴക്കുടപ്പൻ. ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതുപോലുള്ള തോരനൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വാഴക്കുടപ്പനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലത്തെ പോർഷനൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർ ഇതൊന്നും കളയാതെ തന്നെ അരിഞ്ഞെടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാനിപ്പോൾ ഇത് കളഞ്ഞിട്ട് അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും കയ്യിൽ കറ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കയ്യിലും എണ്ണ പുരട്ടിയതിന് ശേഷം ഇത് കട്ട് ചെയ്താൽ മതി കേട്ടോ. മുകളിൽ ഇതുപോലെ ഒന്ന് ചെത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചെത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് എല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ അതിൻ്റെ നാരുകളൊന്നും ഞാൻ കളയുന്നില്ല. ചിലർ ഈർക്കിളി വെച്ചിട്ടൊക്കെ നാരെടുക്കുന്നുണ്ട്. ഇപ്പോൾ നാരുകളൊന്നും അതിന് കളയുന്നില്ല കേട്ടോ. കുറച്ച് പയറും കൂടി അതിലേക്ക് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പോളം വരുന്ന പയറാണ് എടുത്തിട്ടുള്ളത്. ഇനി മിക്സിയിൽ ചെറിയൊരു ജാറെടുത്തിട്ട് ഒരു 7 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ഒരു 8 അല്ലിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് വിറകടുപ്പിലാണ്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ ഉഴുന്നാണ് ഇട്ട് കൊടുത്തുള്ളത്. പിന്നെ 2-3 വറ്റൽമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ വാഴക്കുടപ്പനും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കാരണം നമ്മളിപ്പോൾ വിറകടുപ്പിലാണല്ലോ ഇത് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ആ വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിനായോ എന്നുള്ളത് ഈ ഒരു സമയത്ത് നോക്കാം. ഇനി ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള ആ പയറുണ്ടല്ലോ, ആ പയർ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇനി വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ വാഴക്കുടപ്പൻ തോരന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് വിറകടുപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വാഴക്കുടപ്പൻ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചിലർ വാഴച്ചുണ്ട് തോരൻ എന്നൊക്കെ പറയും കേട്ടോ. എന്ത് തന്നെ ആയാലും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു തോരനാണ് ഇട്ടത്. നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലാം നമുക്ക് വളരെയധികം നല്ലതാണിത്. അപ്പോൾ വളരെ ഹെൽത്തിയും ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതുമായ ഈ വാഴക്കുടപ്പത്തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്